എൻ്റെ ഈ ലോകത്തുള്ള എല്ലാ ജനങ്ങളും മനസ്സിലാക്കേണ്ടത് ഇങ്ങോട്ട് തിരിയുമ്പോൾ എല്ലാ ജനങ്ങളും മനസ്സിലാക്കുന്നത് നമ്മൾ ഒരിക്കലും വന്ന വഴി മറക്കരുത്. അതായത് ഞാൻ 1986 ജനിച്ചാണ്. 86 ജനിച്ച് 1991 ഈ മേരിക്കുട്ടി ടീച്ചർ നഴ്സറിൽ ആയിട്ട് നിൽക്കുമ്പോൾ മേരിക്കുട്ടി ടീച്ചർ ആദ്യമായിട്ട് പഠിപ്പിച്ചത് എന്താണെന്ന് പറയുമോ? ഒരു പാട്ടാണ്. അല്ലാണ്ട് ആദ്യ അക്ഷരം റായല്ല, ആയല്ല. ഈ ഒരു പാട്ട് ടീച്ചറെ പാടിക്കോ. കുഞ്ഞു മനസ്സിൻ നൊമ്പരങ്ങൾ ഒപ്പിയെടുക്കാൻ വന്നവൻ ഈശോയേ, ഈശോയേ ആശ്വാസം നീയല്ലോ കുഞ്ഞുങ്ങളാകാൻ പറഞ്ഞവൻ. മതി. അതായത് ടീച്ചർ ഇപ്പോൾ വർഷങ്ങളായി, അതായത് ഞാൻ കരയുമോ എന്നെ വലത്തെ കയ്യിൽ ഇടത്തെ കയ്യിലെടുത്ത് വലത്തെ കൈ കൊണ്ട് പുറം തിരുമ്മി മോനെ നീ കരയില്ലേ എന്ന് പറഞ്ഞിട്ട് ഈ താരാട്ട് പാട്ടിന് പകരം ഈ പാട്ടാ പാടിയത്. അറിയോ നമുക്ക്? ലോകത്തുള്ള ഇരിക്കുന്ന എല്ലാ ദൈവങ്ങളും കേൾക്കണം. കണ്ണീരൊഴിക്കൊണ്ട് ടീച്ചറും കണ്ടു, ഞാൻ കണ്ണീരൊഴിക്കണം. വന്ന വഴി ഒരിക്കലും മറക്കരുത്. മനസ്സിലായോ? ഗുരുനാഥ എന്ന് പറഞ്ഞ ദൈവത്തിന് തുല്യ, അപ്പനമ്മ ഗുരുനാഥന് തുല്യ. എന്നിട്ട് ടീച്ചർ തലോടി കഴിഞ്ഞിട്ട് ഈ ഇൻ്റർവെല്ലിൽ 3 മണിക്ക് നസർത്ത് സ്കൂളാണ്, എടക്കുന്ന് പാതൂരത്താണ് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ആ സ്കൂൾ പൂട്ടിക്കിടക്കുക പിള്ളേരില്ലാത്ത കാരണം. അടച്ചു കൊടുത്തു. വലിയ വണ്ടിയൊക്കെ ഉണ്ടായി, അതൊക്കെ അവർ വിറ്റു. ആ സ്കൂൾ വലിയ സ്കൂളോ, നഴ്സറി മുതൽ 4 പേരെ ഉണ്ടായി. അവിടെ പിള്ളേരില്ലാത്ത കാരണം അടച്ചു പൂട്ടി. ടീച്ചർമാരുടെ വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിൽ പൈസ കൊടുക്കണ്ടേ? അപ്പോൾ ഈ ടീച്ചർ ഇവിടെ നിന്ന് മടത്തിന്ന് ചോറ് പൊങ്ങെടുത്തിരിക്കുമ്പോൾ ഈ പയറ് കൊണ്ടുവന്ന് തരും. പച്ചപ്പയർ തേങ്ങ ചെല്ലിട്ട് ശർക്കര കൂട്ടിയിട്ട് അതിൽ നിന്ന് കൂടുതൽ എനിക്ക് തരുന്നു. ഞാൻ രണ്ടാമത് ചോദിക്കും, ഞാൻ കൊതിക്കിനാകുന്നു, അതുകൊണ്ട് എനിക്ക് രണ്ടാമത് തരുന്നു. പിന്നെ തക്കാളി വെറുതെ നീളത്തിലരിഞ്ഞ് ഉപ്പല്ലമ്മേ പഞ്ചസാര ഇട്ട് ഞങ്ങൾക്ക് തരും. പയറില്ലാത്ത പക്ഷം അന്ന് ഇവിടെ കേരളത്തിൽ ഇപ്പോൾ ഇല്ലാത്ത സാധനം കമ്പപ്പൊടി. അത് അമേരിക്കയിലുള്ളൂ. അത് നിങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി ആ കമ്പപ്പൊടിയുടെ ടേസ്റ്റ് നിങ്ങളുടെ മക്കൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അമേരിക്കയിൽ നിന്ന് വരെ ഇത് പിണറായി വിജയൻ കേൾക്കണം, കേരള സർക്കാരിൽ ഉള്ളവരെല്ലാവരും കേൾക്കണം. ഈ ലോകത്തുള്ളവർ ആ കമ്പപ്പൊടി കൊണ്ടുവന്നിട്ട് ഇവിടെ പിള്ളേർക്ക് ദാനം കൊടുക്കാണ്. അത് ഇടയ്ക്ക് ചേക്കണം. അതുകൊണ്ട് ഉപ്പാവുണ്ടാക്കി കഴിച്ചാൽ ആ ഓയിൽ വെച്ച് ഉപ്പാവുണ്ടാക്കി ഏത് മെടുക്കനൊന്ന് കൂത്താടും. വന്ന മണി മറക്കരുത് കേട്ടോ എല്ലാ സഖാക്കൾക്കും. ഈ അമ്മ പഠിപ്പിച്ച എല്ലാ മക്കളും ഇത് കേൾക്കണം. വന്ന വഴി മറക്കരുത് ഒരിക്കലും കേട്ടോ. അമ്മ അതൊന്നും ആ വചനമൊന്നും പറയും. അതായത് ഞാനിവിടെ ഒരു വചനം എടുത്തായിരുന്നു, അതൊന്ന് പറഞ്ഞമ്മ. ഞാൻ